മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഉണ്ണിയുടെ ജോലി നഷ്ടമായ കാര്യം അറിഞ്ഞിട്ട് കരുണയ്ക്കാണെങ്കിൽ കലി സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മുടെ മഞ്ജുവായിട്ട് നന്നായിട്ട് വഴക്കുണ്ടായെന്ന് തന്നെ പറയാം. മഞ്ജുവിൻ്റെ ഭർത്താവായിരിക്കും മഹാലക്ഷ്മിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ. അധികം താമസിക്കാതെ ആ കുഞ്ഞും മഹിയായിട്ട് അവർ സന്തോഷത്തോടെ ജീവിക്കുന്നത് നീ കണ്ട് സങ്കടപ്പെടേണ്ടി വരും. നിന്റെ കഴുത്തിലെ താലി അധികം താമസിക്കാതെ പൊട്ടിപ്പോകും എന്നൊക്കെ കരുണ വെല്ലുവിളിക്കുന്ന സമയത്ത് അത് മിക്കവാറും നിന്റെ ജീവിതത്തിലായിരിക്കും സംഭവിക്കുന്നത്. നിന്റെ ശല്യം സഹിക്കവയാഞ്ഞ് എൻ്റെ ഏട്ടനുണ്ടല്ലോ, അയാൾ നിന്നെ ഉപേക്ഷിക്കും. അല്ലാതെ ഇങ്ങനെ നിന്നോടൊപ്പം ജീവിക്കാൻ സാധിക്കും. മാത്രമല്ല, നല്ലൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കുടുംബവും കുട്ടികളുമായിട്ട് താമസിക്കുന്നത് കണ്ട് നീ സങ്കടപ്പെടാതെ നോക്കിക്കോ എന്ന് പറയുമ്പോൾ ആർക്കും അങ്ങനെ സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരിക്കാം എന്ന് നമ്മുടെ മഞ്ജു വെല്ലുവിളിച്ച് പറയുന്നുണ്ട്. എന്തായാലും ഇത് സഹിക്കാൻ പറ്റാഞ്ഞ് പ്രതാപനോടും മുത്തശ്ശിയോടും വന്ന് പരാതി പറയുന്നുണ്ട്. മാത്രമല്ല, അച്ഛൻ കണ്ണേട്ടൻ്റെ അച്ഛനെ കൊന്നതുകൊണ്ട് മാത്രമാണ് ഉണ്ണിയേട്ടൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ജീവിക്കേണ്ട ആളല്ല എന്ന് പറയുമ്പം വർഷങ്ങൾക്ക് ശേഷം നീ ഉണ്ണിയാണ് കല്യാണം കഴിക്കുന്നതെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ, എങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുക പോലും ഉണ്ടാകില്ല. അതായത് ഉണ്ണിയെ നിനക്ക് സ്വന്തമാക്കാൻ സാധിക്കത്തേ ഇല്ലായിരുന്നു എന്ന് പറയുമ്പം ഇനി ജോലി നഷ്ടമായ അവനെയും കൊണ്ട് എന്തിനു കൊള്ളാം, പാറ ചുമക്കാനോ വണ്ടി ഓടിക്കാനോ കൊള്ളാവൂ എന്ന് പറഞ്ഞ് മുത്തശ്ശിയാണെങ്കിൽ കളിയാക്കുന്നുണ്ട്. അത് കേൾക്കുമ്പം കരുണയ്ക്കാണെങ്കിൽ ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. അതേസമയം നമ്മുടെ മഹാലക്ഷ്മിയായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചതിന് ശേഷം വാമദേവനും സീമന്തിനിക്കും എത്രയും പെട്ടെന്ന് കണ്ണനെയും അതുപോലെ സ്വാതിയും തമ്മിലുള്ള കല്യാണം കഴിപ്പിക്കാൻ ആഗ്രഹം പറയുന്ന സമയത്ത് നമ്മുടെ സ്വാതിക്കാണെങ്കിൽ ചുമ്മാ ഒരു ധർമ്മക്കെട്ട് കെട്ടാനൊന്നും താല്പര്യമില്ല. അതായത് കണ്ണൻ നടക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരുന്നെങ്കിൽ മാത്രമേ തനിക്ക് എന്തായാലും ഈ വിവാഹം കഴിക്കാൻ താല്പര്യമുള്ളൂ. അല്ലാതെ തൻ്റെ ജീവിതം അങ്ങനെ നശിപ്പിക്കാൻ താൻ തയ്യാറല്ല എന്ന് തീർത്തി പറയുമ്പോൾ സീമന്തിനെയാണെങ്കിൽ വഴക്ക് പറയുന്നുണ്ട്. അതേസമയം കണ്ണനാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നു. എന്താ അമ്മാവനും അമ്മായിയും പറയാതെ? അല്ല മോനെ, എത്രയും പെട്ടെന്ന് മഹിയായിട്ടുള്ള നിൻ്റെ വിവാഹബന്ധം വേർപെടുത്തണം, എന്നിട്ട് സ്വാതി മോളെ നീ സ്വന്തമാക്കണം എന്ന് പറയുന്ന സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, അങ്ങനെ പെട്ടെന്നൊന്നും എനിക്ക് മഹിയെ ഉപേക്ഷിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ സ്വത്തിൻ്റെ പകുതി അവളുടെ പേരിലാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതെങ്ങനെയെങ്കിലും നയത്തിന് സ്വന്തമാക്കാതെ ഒരിക്കലും എനിക്ക് അവളെ ഉപേക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ബന്ധം ഒഴിയാൻ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ സ്വത്ത് നഷ്ടമാകും എന്ന് പറഞ്ഞ് കണ്ണൻ അങ്ങ് പോകുമ്പോഴത്തേക്കും അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. ഒന്നീ അവൾ ഇല്ലാതാകണം, അല്ലെങ്കിൽ അവളായിട്ട് ബന്ധം ഉപേക്ഷിച്ച് അവൻ്റെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം തിരികെ കൊടുക്കുകയും വേണം. അതെന്തായാലും നടക്കാൻ പോകുന്നില്ലെന്ന് ദുർഗ പറയുമ്പം അതിനൊക്കെ പറ്റിയൊരു മാർഗ്ഗം എൻ്റെ കയ്യിലുണ്ടെന്ന് വാമദേവനും പറയുന്നു. എന്നാൽ കണ്ണൻ നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാനുള്ള വെപ്രാളത്തിൽ സീമന്തിനി അമ്മയെയും കൂട്ടി സ്വാതിയാണെങ്കിൽ തോമസ് വൈദ്യരെ കാണാൻ പോകുന്നു. ശരിക്കും പറഞ്ഞാൽ മുത്തശ്ശിയും പ്രതാപനെയും കാണാൻ പോയ സീമന്തിനെയും കൂട്ടി തോമസ് വൈദ്യരെ കൂടെ സംശയം ചോദിക്കാൻ വേണ്ടിയിട്ട് സ്വാതിയാണ് കയറി ചെല്ലുന്നത്. കാരണം കണ്ണൻ നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം തനിക്കൊരു ഉറപ്പ് വരണം. അല്ലാതെ തനിക്ക് എന്തായാലും വിവാഹം കഴിക്കാൻ പറ്റില്ലെന്നുള്ള ആ ഷാഠ്യത്തിൽ നിൽക്കുമ്പോൾ തോമസ് വൈദ്യരോട് ചെന്ന് ചോദിക്കുന്നുണ്ട്. മഹാലക്ഷ്മിയെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതിന് ശേഷം കുറേ നാളായിട്ട് തോമസ് വൈദ്യരുടെ ചികിത്സ എല്ലി കണ്ണേട്ടന്. അങ്ങനെയല്ലേ കാലിൻ്റെ വിരലുകൾ ചലിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും കണ്ണൻ നടക്കാൻ തുടങ്ങും എന്നുള്ളൊരു വിശ്വാസം സാധിക്കുന്നുണ്ട്. എന്നാൽ തോമസ് വൈദ്യരാണെങ്കിൽ ആ വിശ്വാസമൊക്കെ തീർത്തും ഇല്ലാതാക്കി കൊടുക്കുന്നു. മോളുടെ അച്ഛന് നടക്കാൻ പറ്റിയൊരു സ്ട്രോങ് ഇൻസിഡൻ്റ് ഉണ്ടായിരുന്നു. എന്നാൽ കണ്ണൻ്റെ ജീവിതത്തിലേക്ക് അങ്ങനെ ആഘാതമായിട്ട് വരുന്ന ഒരു ഇൻസിഡൻറ്റും ഇല്ല. അതായത് കണ്ണൻ എന്തെങ്കിലും ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ ഒരിക്കലും എണീറ്റ് നടക്കാൻ പറ്റില്ല. ആ സാധ്യത വളരെ കുറവാണെന്ന് പറയുമ്പോഴത്തേക്കും സ്വാതിക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല. പുറത്തിറങ്ങിയ സ്വാതിയാണെങ്കിൽ അതിനെ ചൊല്ലി അമ്മയോട് വഴക്ക് പറഞ്ഞ് കരയുന്നുണ്ട്. അന്നേരം സീമന്തിനി പറയുന്നു, എങ്കിൽ മോളൊരു കാര്യം ചെയ്യ്, അവനെ കല്യാണം കഴിച്ച് നയത്തിന് എങ്ങനെയെങ്കിലും അവൻ്റെ സ്വത്തുക്കൾ സ്വന്തമാക്കിയതിന് ശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആലോചിച്ചൂടെ. എന്നാലും എൻ്റെ ജീവിതം അങ്ങനെ വെറും ഒരു രണ്ടാം കെട്ടുകാരി എന്നുള്ള പേരിന് തകർക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ലെന്നും പറഞ്ഞ് സ്വാതി സങ്കടപ്പെടുന്ന സമയത്ത് തോമസ് വൈദ്യരാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നു, എനിക്ക് വ്യക്തമായിട്ട് അറിയാം, വിവാഹത്തിന് മുമ്പ് മുറപ്പെണ്ണിനെ കല്യാണം ആലോചിച്ച അന്നേരം ഈ പെൺകുട്ടിക്ക് കണ്ണനെ പോലെ വീൽ ചെയറിലിരിക്കുന്ന ഒരാളെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലായിരുന്നു. ഇപ്പം മഹാലക്ഷ്മിക്ക് സ്വത്തുക്കളെല്ലാം കിട്ടി, അതുപോലെ സ്വത്തുക്കൾ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് വിവാഹം കഴിക്കാനുള്ള ആഗ്രഹവുമായിട്ട് വന്നിരിക്കുന്നു. ഇനി നടക്കാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാവം പെൺകുട്ടിയെ അയാളുടെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിച്ച് കളഞ്ഞ് സ്വന്തമാക്കാൻ വേണ്ടി വന്നിരിക്കുക. അതേസമയം മുത്തശ്ശിയും പ്രതാപനെയും കണ്ട് സീമന്തിനെയാണെങ്കിൽ തോമസ് സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അതിനിടയ്ക്ക് നമ്മുടെ മഹാലക്ഷ്മി എങ്ങനെയെങ്കിലും തീർക്കാനുള്ള പദ്ധതി തയ്യാറാക്കുവാണ് നമ്മുടെ കരുണ. അതായത് ഇനിയും കാര്യങ്ങൾ ഇങ്ങനെ പോയിട്ടൊരു കാര്യമില്ല, മഹാലക്ഷ്മി എങ്ങനെയെങ്കിലും തീർക്കണം. മഹാലക്ഷ്മിക്ക് ഒരു ആപത്ത് സംഭവിച്ചതിൻ്റെ പേരിനാണല്ലോ ഇപ്പം തൻ്റെ അച്ഛനെ മാർക്ക് ഉപദ്രവിച്ച്
പഞ്ഞിക്കാക്കി തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലാക്കിയിരിക്കുന്നത്. അതുപോലെ മഹാലക്ഷ്മിയെ കൊല്ലാൻ ശ്രമിച്ചത് കണ്ണേട്ടനാണെന്ന് മാർക്കോയെ വിശ്വസിപ്പിച്ച 2 നേട്ടമുണ്ട്. ഒന്ന്, മഹാലക്ഷ്മി എന്ന് പറയുന്ന ബാധ്യത ഇല്ലാണ്ടായി തീരുകയും ചെയ്യും. 2, മഹാലക്ഷ്മിയെ കൊന്ന കുറ്റത്തിന് ഒന്നെങ്കിൽ കണ്ണേട്ടൻ ജയിലിൽ കിടക്കേണ്ടി വരും, അല്ലെന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മിയെ കൊന്നു എന്നുള്ള ദേഷ്യത്തിന് കണ്ണനെ മാർക്കോ തന്നെ തീർക്കും. 2-ലേതായാലും തങ്ങൾക്ക് തന്നെയാണ് നേട്ടം വരുന്നത്. അതുകൊണ്ട് കണ്ണേട്ടൻ്റെ ജോലി നഷ്ടമായതൊന്നും നമ്മുടെ ജീവിതത്തിനെ ബാധിക്കത്തില്ല. സ്വത്തുക്കളെല്ലാം വീണ്ടും നമുക്ക് തന്നെ സ്വന്തമാക്കാം. അതിന് മഹാലക്ഷ്മി എന്ന് പറയുന്ന ചാപ്റ്റർ അവസാനിപ്പിക്കണമെന്ന് പറയുമ്പം ഉണ്ണി കരുണയുടെ ആ ഒരു ഐഡിയ ശരിക്കും പറഞ്ഞാൽ വർക്കാകുന്നതാണെന്ന് സമ്മതിച്ചു കൊടുക്കുന്നു. അതിൻ്റെ പ്ലാനിങ്ങിലാണ്. അപ്പോൾ എന്തൊക്കെയാകുമെന്ന് കാത്തിരുന്ന് കാണാം. വീണ്ടും മഹാലക്ഷ്മിയെ ഇല്ലാണ്ടാക്കാനുള്ള പരിശ്രമമായിട്ട് കരുണയും ഉണ്ണിയും കൂടി ചേർന്നിറങ്ങുന്നത് ഇനി അവർക്ക് തന്നെ നല്ലൊരു വിനയായി മാറുമെന്ന് കാത്തിരിക്കാം.